ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രൈസ്തവ ലോകം ഇന്ന് ഉയർപ്പിൻ്റെ പ്രത്യാശ ഉൾക്കൊണ്ടുകൊണ്ട് ഈസ്റ്റർ ദിനം ആഘോഷിക്കുകയാണ്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഹോപ്പ് എന്ന വാക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. എ ക്രിസ്ത്യൻ ഹൂ ഈസ് നോട്ട് ഹാവിങ് ഹോപ്പ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ എന്ന് ആംഗല ഭാഷയിൽ പറയുന്നത് എത്ര അർത്ഥവത്വവും ഉദാത്തവുമാണ്. മശിയായുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചിരുന്ന യഹൂദർക്ക് മശിയ ആഗതനായപ്പോൾ അത് മനസ്സിലാക്കാതെ ലോകരക്ഷകന് കുരിശുമരണം വിധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രവചനമനുസരിച്ച് ആ വലിയ വെള്ളിയാഴ്ച ക്രൂശുമരണം പ്രാപിച്ച യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു അവനോസ്തോ എന്നത് ക്രൈസ്തവൻ്റെ പ്രത്യാശയുടെ ആഗ്രഹ സഫലീകരണമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നപോലെയല്ല എന്ന് മശിയ നമ്മളോട് അരുളി ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും ഉയർപ്പിൻ്റെ സമാധാനം നമ്മളിൽ വ്യാപരിക്കുവാനും സാധിക്കണം. ശ്ലീബായുടെ പാർശ്വങ്ങളിൽ മറയ്ക്കപ്പെടുവാനും ആ പുനരുത്ഥാനത്തിൽ സദൃശരായ അല്ലെങ്കിൽ അതിൽ അങ്ങനെ ആയിത്തീരുവാനും ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും വിശ്വസിക്കുവാനും ഏവങ്കലിയൻ കൽപ്പനകളെ അനുസരിക്കുവാനും ആചരിക്കുവാനും അവൻ്റെ ഇഷ്ടം ചെയ്യുവാനും നമ്മൾക്ക് സാധിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ താൽക്കാലിക തടസ്സങ്ങളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വഞ്ചനകളും എല്ലാം ഉണ്ടാകുകയും അവ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മളിൽ നിന്നും അകറ്റുമെന്ന പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്യണം. ഇഫ് ദർ ഇസ് എ ഹിൽ ദർ വിൽ ബി എ വാലി എന്നുള്ളത് മറക്കരുത്. മലയാളത്തിൽ ഒരു കുന്നിന് ഒരു കുഴി ഉണ്ടാകും എന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ സന്തോഷിച്ച് ആ പ്രത്യാശ നിറവേറിയതിൽ ഉള്ള സമാധാനം പങ്കിടുവാനും സാധിച്ചാൽ നമ്മൾ അത്ര ധന്യരായി. വിശുദ്ധ സ്ലീബായാലും വിശുദ്ധന്മാരിൽ ഉൾക്കൊള്ളുന്ന ശക്തിയാലും കോപത്തിൻ്റെ വടികളും സകല ശിക്ഷകളും നമ്മളിൽ നിന്നും അകന്ന് നിൽക്കുവാനും ഈ ഉയർപ്പിൻ്റെ അതേ പ്രത്യാശയുടെ ദിനങ്ങൾ നമുക്ക് ശക്തി പകരട്ടെ. അന്യോന്യം സ്നേഹിപ്പീൻ എന്നുള്ള ഒരു പുതിയ കൽപ്പന നമുക്ക് തരുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ്യ സുവിശേഷത്തിൽ പങ്കുകൊള്ളുവാനും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ കൈത്തിരി പകർന്നു കൊടുക്കുവാനും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്യോന്യം സ്നേഹിപ്പിൻ എന്ന കൽപ്പനയുടെ സാരാംശം ഉൾക്കൊള്ളുകൊണ്ട് പരസ്പരം സഹായിക്കുവാനും മറ്റുള്ളവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുകൊള്ളുവാനും നമുക്ക് സാധിച്ചാൽ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മളിൽ ആഗീരണം ചെയ്യുവാൻ സാധിക്കും. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്ന തിയോളജിക്കൽ കൺസെപ്റ്റ് ആദ്യത്തെ ലിറ്റർജി ആരാധനയും രണ്ടാമത്തെ ലിറ്റർജി സേവനവും, അതായത് പരസ്പര സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കൈത്തിരിയുമാണ്. ഈസ്റ്ററിൻ്റെ ആഘോഷം ഊണുമേശയിലെ വിഭവങ്ങളെക്കാൾ ഉപരി 50 ദിവസത്തെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒരു തീർത്ഥയാത്രയുടെ ആത്മീയ ചൈതന്യം ജീവിതപാതയിൽ ആഗീരണം ചെയ്താൽ ക്രൈസ്തവ ജീവിതം ധന്യമായി പോയി എന്ന് നമുക്ക് പറയാം. എല്ലാ പ്രേക്ഷകർക്കും ഉയർപ്പിൻ്റെ അതേ പ്രത്യാശയുടെ വലിയ നാളുകൾ നേർന്നുകൊണ്ട് ഈസ്റ്ററിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു. സത്ചിന്തകൾ അഥവാ ഗുഡ് തോട്ട്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടുത്ത എപ്പിസോഡ് മുടങ്ങാതെ ലഭിക്കുവാൻ സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതോടൊപ്പം നിർദ്ദേശങ്ങളും കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുന്നത് സന്തോഷദായകമാണ്. ഉയർപ്പിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ
കൈത്തിരി എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.